ഡിയർ ചിൽഡ്രൻ, ഞാൻ നേരത്തെ മെസ്സേജ് ചെയ്തതുപോലെ ഇതുവരെ നമ്മൾ പഠിച്ച പാഠങ്ങളുടെ നോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യണം. നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ. അത് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. We will begin with the first lesson, the 3 L's of Empowerment, a speech delivered by Christine Lagarde. The 3 L's of Empowerment is a speech delivered by Christine Lagarde, the first woman finance minister of France. She identifies the economic role of women in the development of a nation. നമ്മൾ പാഠം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ ഫിനാൻസിൻ്റെ മേഖലയിൽ നിന്ന് വന്ന ഒരു വനിതയായതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഉള്ള സ്ഥാനം എന്താണ് എന്ന് അടയാളപ്പെടുത്തുകയാണ് ഈ ഒരു സ്പീച്ചിലൂടെ ക്രിസ്റ്റീൻ ലഗാർഡ് ചെയ്യുന്നത്. But today, women are blocked from contributing their talents. Hence, she strongly recommends 3 L's to empower women economically. They are learning, labor and leadership. സ്ത്രീകൾക്ക് സാമ്പത്തിക വളർച്ചയിൽ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായകമായ സ്ഥാനമുണ്ട് എങ്കിലും അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല എന്ന് ക്രിസ്റ്റീൻ ലഗാർഡ് മനസ്സിലാക്കിയിരിക്കുന്നു. അവരെ സ്വന്തം കഴിവുകൾ രാജ്യപുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്, അല്ലെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതിനാലാണ് ക്രിസ്റ്റീൻ ലഗാർഡ് സ്ത്രീകളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതിന് വേണ്ടി 3 L's എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നത്, അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ആൻഡ് ദോസ് 3 L's ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ക്രിസ്റ്റീൻ ലഗാർഡ് ബിലീവ്സ് ഇൻ ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശാക്തീകരണം സ്ത്രീകളിൽ നടക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് എന്നതിൽ ക്രിസ്റ്റീൻ ലഗാർഡിന് യാതൊരു സംശയവുമില്ല. കാരണം she says it will help them to break the chains of discrimination and to come forward. Discrimination means വിവേചനം, വേർതിരിവ്, സ്ത്രീ എന്നുള്ള രീതിയിലുള്ള വേർതിരിവ്, മാറ്റി നിർത്തൽ. ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത് വിദ്യാഭ്യാസം ലഭിച്ചാൽ അത് സമൂഹം അവരെ കെട്ടിയിട്ടിരിക്കുന്ന ചില ചങ്ങലകളുണ്ട്, ചില ചെയിൻസ് ഉണ്ട്. അതായത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ചെയ്യരുതാത്ത, പോവരുതാത്ത, കാണരുതാത്ത, പറയരുതാത്ത അങ്ങനെ ചില അരുതുകൾ, അത് ബ്രേക്ക് ചെയ്ത് ആ ചങ്ങലകളെ പൊട്ടിച്ച് ആ നിയമങ്ങളെ മറികടന്ന് ആൻഡ് ടു കം ഫോർവേഡ്, മുന്നോട്ട് വരാൻ, സമൂഹ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് വരാൻ, അവരെ കെട്ടിയിട്ടിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിച്ചെറിയാൻ അവരെ പ്രാപ്തരാക്കുന്നത് അവർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിലൂടെയാണ്. An educated woman should be given opportunities to have suitable jobs. വിദ്യാഭ്യാസം മാത്രം പോരാ, അങ്ങനെ വിദ്യാഭ്യാസം ലഭിച്ച സ്ത്രീകൾക്ക് അവരുടെ ക്വാളിഫിക്കേഷന്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും, ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അവസരങ്ങൾ, അതിനനുസരിച്ചുള്ള തൊഴിൽ അവസരങ്ങളും പ്രൊവൈഡ് ചെയ്യണം. It should be ensured that they have equal pay and safe working environment. തൊഴിലവസരങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, സേഫ് ആയിട്ടുള്ള തൊഴിൽ ഇടങ്ങൾ. വർക്കിംഗ് എൻവയൺമെൻറ്റ് മീൻസ് അവർ ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ ആ ചുറ്റുപാട് സേഫ് ആയിരിക്കണം, അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുക. മറ്റൊന്ന്, ഈക്വൽ പേ. ഈക്വൽ പേ ഹിയർ മീൻസ് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവാം, അതിനനുസരിച്ച്. അതല്ലാതെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും വ്യത്യസ്ത ആയിട്ടുള്ള വേതനം കൊടുക്കുക, അതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അത് മാറി വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അല്ലെങ്കിൽ അവരുടെ കഴിവിന് അനുസരിച്ചുള്ള വേതനം, ശമ്പളം കിട്ടുന്നത്, പിന്നെ സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം ഒരുക്കുന്നതും ഉറപ്പാക്കിക്കൊണ്ടുവേണം. അതാണ് എൻഷുവർ. എൻഷുവർ മീൻസ് ടു മേക്ക് ഷുവർ, ഉറപ്പാക്കുക. അങ്ങനെ വേണം ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. It will enable them to achieve their true potential. It here means the job. തൊഴിൽ ചെയ്യാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടുക വഴി അവരുടെ ഉള്ളിൽ ഉള്ള മറ്റ് പല കഴിവുകളും
പുറത്തേക്ക് കൊണ്ടുവരാൻ, അവരുടെ യഥാർത്ഥ കഴിവ്, അവരുടെ തനതായിട്ടുള്ള വ്യക്തിത്വങ്ങളെ പുറത്തു കൊണ്ടുവരാൻ അവരെ ഇത് സഹായിക്കുന്നു. എനേബിൾ മീൻസ് ഹെൽപ്പ്. ക്രിസ്റ്റീൻ ലഗാർദ് തിങ്സ് ദാറ്റ് ബീയിങ് എ ലീഡർ ക്യാൻ ബ്രിങ് ഔട്ട് ദ ഇനേറ്റ് ടാലൻസ് ഓഫ് എ വുമൺ. ഇനേറ്റ് എന്നുള്ള വേർഡ് നമ്മൾ കണ്ടതാണ്. ഇനേറ്റ് മീൻസ് ഇൻബോൺ, ജന്മസിദ്ധമായ, അവർക്ക് ജന്മനാ ഉള്ള ചില കഴിവുകൾ. അത് പുറത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് കൊടുക്കാവുന്ന മൂന്നാമത്തെ എൽ എന്നുള്ളത് ലീഡർഷിപ്പാണ്. അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലൂടെ അവരുടെ ഉള്ളിൽ അവർ പോലും തിരിച്ചറിയാതെ കിടന്നിരുന്ന ചില ഗുണങ്ങൾ, ചില കഴിവുകളെ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ, ബ്രിങ് ഔട്ട് സാധിക്കും എന്ന് ക്രിസ്റ്റീൻ ലഗാർദ് വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് they should come out of their comfort zones and dare to face the changes that happen in their life. അത് നടപ്പാകണമെങ്കിൽ അവരുടെ കംഫർട്ട് സോണിൽ നിന്നും, അതായത് ഇപ്പോൾ അവർ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള ധൈര്യം കാണിക്കണം. ഡെയറിങ് മീൻസ് ടു ബി കറേജിയസ് ഇനഫ്, ബോൾഡ് ഇനഫ്, ധൈര്യമായിട്ട് എന്നുള്ളത്. അത് ധൈര്യം എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം, കംഫർട്ട് സോൺ എന്ന് നമ്മൾ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും കംഫർട്ട് സോണുണ്ട്. കംഫർട്ട് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ റിസ്ക് എടുക്കേണ്ടാത്ത, അധികം ബുദ്ധിമുട്ടേണ്ടി വരാത്ത തരം ചില അവസ്ഥകൾ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തം വരുന്നില്ല. കുറെ കൂടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ മറ്റു മുതിർന്നവരോ കൈകാര്യം ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ യു ആർ ഇൻ എ കംഫർട്ട് സോൺ. അതുപോലെ സ്ത്രീകളും അവരുടേതായ ഒരു കംഫർട്ട് സോണിലാണ് എന്നാണ് ക്രിസ്റ്റീൻ ലഗാർദ് പറയുന്നത്. അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റാരെങ്കിലുമൊക്കെ വന്നുകൊള്ളും എന്നൊരു തോന്നൽ, അതാണ് അവരുടെ കംഫർട്ട് സോൺ. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന് എൻ്റെ കാര്യം ഞാൻ തന്നെ വേണം നോക്കാൻ, എൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, ആ തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി ഉണ്ടാകുന്ന കോൺസിക്വൻസുകളെ ഫേസ് ചെയ്യുന്നത് അത് ഞാൻ തന്നെ വേണം എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ വന്നെങ്കിൽ മാത്രമേ ഈ ലീഡർഷിപ്പ് എന്നത് അവരുടെ കയ്യിൽ ഭദ്രമാവുകയുള്ളൂ. അതാണ് ക്രിസ്റ്റീൻ ലഗാർദ് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ദാറ്റ് ദേ ഷുഡ് കം ഔട്ട് ഓഫ് ദെയർ കംഫർട്ട് സോൺ ആൻഡ് ഡെയർ ടു ഫേസ് ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദെയർ ലൈഫ്. അങ്ങനെ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് വരുന്നത് വഴി ഉണ്ടാകുന്ന മാറ്റങ്ങളെ നേരിടാൻ ധൈര്യം അവർ കാണിക്കണം. Christine Lagarde concludes the speech with the hope that a world will evolve soon where women can attain their true potential without any barriers. Attain means നേടിയെടുക്കുക, to achieve എന്നുള്ള അർത്ഥമാണ്. Barriers, we know that തടസ്സങ്ങൾ, obstacles. അപ്പോൾ ഈ ഒരു സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത് സ്ത്രീകൾ അവരുടെ കഴിവ് ഉപയോഗിച്ച് എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് അവർ ഉന്നതങ്ങളിലെത്തുക, അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു കാലം അങ്ങനെ ഒന്ന് വരും. ഇവോൾവ് മീൻസ് ഉണ്ടായി വരിക, പരിണമിച്ചുണ്ടായി വരിക എന്നുള്ളത്. അത് അധികം ദൂരമല്ല അങ്ങനെ ഒരു ലോകം എന്നൊരു പ്രതീക്ഷയോടെയാണ് ക്രിസ്റ്റീൻ ലഗാർദ് ഈ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. ഷീ അസ്യൂംസ് ദാറ്റ് ഇഫ് വി ആർ റെഡി ടു കൺഫ്രണ്ട് ഡെയറിങ് ചേഞ്ചസ് ദാറ്റ് വിൽ ബ്രിങ് പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ ദ ഹോൾ സൊസൈറ്റി. അസ്യൂം മീൻസ് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്കാണ്, അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കാണ്. അസ്യൂം ചെയ്യുക മീൻസ് ടു നിഗമനം എന്നുള്ള അർത്ഥമാണ്. ക്രിസ്റ്റീൻ ലഗാർദ് വിശ്വസിക്കുന്നത് സ്ത്രീകൾ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കൺഫ്രണ്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ, ടു കൺഫ്രണ്ട് ഹിയർ മീൻസ് ടു ഫേസ്, നേരിടാൻ, ടു മീറ്റ് എന്നുള്ള അർത്ഥമാണ് കൺഫ്രണ്ടിങ് ഉള്ളത്. ഇവിടെ അതിനെ നേരിടാൻ തയ്യാറാവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവ പ്രോഗ്രസീവ് ചേഞ്ചസ്, പുരോഗമനപരമായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ മാത്രമല്ല പിന്നെയും ഇൻ ദ ഹോൾ സൊസൈറ്റി, സമൂഹത്തിൽ മുഴുവനായിട്ട് ഒരു പുരോഗമനം കൊണ്ടുവരാൻ ഇത് സഹായിക്കുമെന്ന് തന്നെയാണ് ക്രിസ്റ്റീൻ ലഗാർദ് ഉറച്ച് വിശ്വസിക്കുന്നത്. Now the second one, the poem Any Woman, written by Catherine Tynan. Catherine Tynan, an Irish writer, is a contemporary of W.B. Yeats. Contemporary means സമകാലീന, അതേ ടൈം പീരീഡിൽ ജീവിച്ചിരുന്നു. Any Woman is a beautiful poem with a strong effect upon the readers. Strong effect here means ഒരു സ്വാധീനം, ഇത് വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ അമ്മമാരെക്കുറിച്ച് നമ്മുടെ ചിന്തയിലുണ്ടാകാവുന്ന മാറ്റം. As the name suggests, it can be the life of any woman,
പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ, സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തെക്കുറിച്ചാവാം. ദ പോയറ്റ് ബീങ് എ വുമൺ സ്പീക്സ് ഓഫ് ദ യുണീക്ക് റോൾ ഓഫ് എ വുമൺ ഇൻ എ ഫാമിലി. യുണീക്ക് ആ വാക്ക് നമ്മൾ കഴിഞ്ഞ വർഷം APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചിൽ കണ്ടതാണ്. യുണീക്ക് മീൻസ് ഓൺലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. അതുപോലെ അത് മാത്രം. ഇവിടെ ഒരു സ്ത്രീയെപ്പോലെ ഒരു സ്ത്രീ മാത്രമേ പറ്റൂ എന്നുള്ള അർത്ഥത്തിൽ. ഇറ്റ് റിവീൽസ് ദ പാർട്ട് ദാറ്റ് വിമൻ പ്ലേ ഇൻ ബ്രിങ്ങിങ് അപ്പ് ചിൽഡ്രൻ, മാനേജിങ് ദ ഹൗസ് ആൻഡ് ഹാൻഡ്ലിങ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഹോം. ഒരു വീട്ടിലെ ഉത്തരവാദിത്തങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ, വീട്ടിലെ മെമ്പേഴ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ, കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ ഒക്കെ ഒരു സ്ത്രീ വഹിക്കുന്ന പങ്ക്, അതാണ് ഈ കവിതയിലൂടെ വെളിപ്പെടുത്താൻ പോയറ്റ് ശ്രമിക്കുന്നത്. എ വുമൺ ഈസ് എവ്രിതിങ് ഇൻ എ ഹോം. എല്ലാ സ്റ്റാൻസുകളും കൂടെ ചേർത്താണ് ഇവിടെ പറയുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ എല്ലാമാണ് ഒരു സ്ത്രീ എന്ന്. ഷീ സ്റ്റാൻഡ്സ് ലൈക്ക് എ പില്ലർ ടു സപ്പോർട്ട് ഹർ ഫാമിലി. കുടുംബത്തിൻ്റെ നെടും തൂണ്, എല്ലാവരെയും താങ്ങിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അത് അവിടുത്തെ സ്ത്രീയാണ്. ഷീ ഈസ് ദ ഹാർട്ട് വിച്ച് പ്രൊവൈഡ്സ് വാംത്ത് ആൻഡ് കംഫർട്ട് ഓഫ് ലൈഫ് ടു ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. ഒരു നെരിപ്പോട് മുറിക്കുള്ളിലെ അന്തരീക്ഷം വാമാക്കി നിർത്തുന്നത് പോലെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം ഊഷ്മളമാക്കി നിർത്തുന്നത് അവിടുത്തെ സ്ത്രീയുടെ സ്നേഹവാത്സല്യങ്ങളാണ്. വിതൗട്ട് ഹർ ദ ഹോം വിൽ ക്രംബിൾ ഡൗൺ ആൻഡ് ദ അറ്റ്മോസ്ഫിയർ വിൽ ബി കോൾഡർ ദാൻ എ സ്റ്റോൺ. തൂണുകൾ ഇല്ലാതായാൽ ഒരു കെട്ടിടം തകർന്നു വീഴുന്നത് പോലെ, അല്ലെ ഹാർത്തിലെ ഫയർ ഇല്ലാതായാൽ ആ അന്തരീക്ഷം തണുത്തുറഞ്ഞു പോകുന്നത് പോലെ, വീട്ടിലെ സ്ത്രീകൾ ഇല്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ആ സ്നേഹവാത്സല്യം നമുക്കില്ലാതെ വരുന്ന സമയത്ത് കുടുംബം ക്രംബിൾ ഡൗൺ മീൻസ് ഫോൾ ഡൗൺ, തകർന്നു വീഴും. ആൻഡ് ദ അറ്റ്മോസ്ഫിയർ വിൽ ബി കോൾഡ്. അന്തരീക്ഷവും തണുത്തുറഞ്ഞ് മരവിച്ച ഒരവസ്ഥയിലേക്കാവും പോകുന്നത്. It is the woman who protects her family from all the adversities, and hence she can also be called the roof, the wall and door of the home. റൂഫ് മീൻസ് മേൽക്കൂര. മേൽക്കൂരയും ഭിത്തിയും വാതിലുമൊക്കെ പുറത്തെ പ്രശ്നങ്ങളെ അകത്തേക്ക് വരുന്നതിൽ നിന്നും, തണുപ്പോ മഴയോ കാറ്റോ ചൂടോ എന്തുമായിക്കോട്ടെ, അതിനെ വീടിനുള്ളിലേക്ക് കിടക്കുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, അഡ്വേഴ്സിറ്റീസ് മീൻസ് പ്രോബ്ലംസ് ഓർ ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ്, അത് അവളുടെ കുടുംബത്തിലെ അംഗങ്ങളെ ബാധിക്കാതെ തടഞ്ഞു നിർത്താൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അമ്മയുടെ കരുതലാണ്, അല്ലെ സ്ത്രീയുടെ കരുതലാണ്. ദ ലാസ്റ്റ് ലൈൻസ് ഓഫ് ദ പോയം റിവീൽ ദ മദർലി കൺസേൺ ഓഫ് എ വുമൺ. ഏതൊരു സ്ത്രീയുടെ ഉള്ളിലുമുള്ള മാതൃഭാവത്തെയാണ് കവിതയുടെ അവസാനത്തെ വരി സൂചിപ്പിക്കുന്നത്. The poem is enriched with the use of imagery and figures of speech. Enriched means സമ്പന്നമാണ്. അതായത് ഈ കവിതയിലുടനീളം നമുക്ക് ഇമേജറിയുടെയും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിൻ്റെയും ഒക്കെ സാന്നിധ്യം കാണാൻ പറ്റുന്നുണ്ട്. അതിനാൽ സമ്പന്നമാണ് ഈ കവിത. The most dominant imagery used by the poet is undoubtedly metaphoric. Most dominant means ഏറ്റവും പ്രകടമായി കാണുന്നത്. ആൻഡ് അൺഡൗട്ടഡ്ലി മീൻസ് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും മെറ്റഫർ എന്നുള്ള ഇമേജറിയാണ് പോയറ്റ് ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ ലൈൻസ് ലൈക്ക് ഐ ആം ദ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ ആൻഡ് ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ്. യു ക്യാൻ ടേക്ക് എനി അതർ ലൈൻസ് ഓഫ് ദ പോയം. എല്ലായിടത്തും ഐ ആം, ഞാനാകുന്നു, അതുപോലെ എന്നല്ല, ഞാൻ അതാണ് എന്നുള്ള അർത്ഥത്തിലാണ് കവി വരികൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെറ്റഫോറിക് എന്ന് പറഞ്ഞാൽ, മെറ്റഫർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പാരിസൺ ആണ്. ഞാൻ പോയം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടത്. കമ്പാരിസൺ അത് അങ്ങനെ തന്നെ, അതുപോലെ എന്നല്ല, അങ്ങനെ അത് തന്നെയാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ. The use of alliteration as in light of love alive gives a musical touch to the poem. Another poetic device used in this poem is alliteration. Alliteration we have already done in the first year. Alliteration is the repetition of speech sounds, consonant sounds in a sequence of words in a line. ഒരു വരിയിൽ തന്നെ ഒരു സീക്വൻസിൽ അടുത്തടുത്തുള്ള വാക്കുകളിൽ ഏതെങ്കിലും ഒരു അക്ഷരം, അതും കോൺസണൻറ്റ് സൗണ്ട്, വ്യഞ്ജനാക്ഷരം ആവർത്തിച്ച് വരുന്നതിനെയാണ്, ആ ഒരു പ്രയോഗത്തിനെയാണ് അലിറ്ററേഷൻ എന്ന് പറയുക. ലൈറ്റ് ഓഫ് ലവ് അലൈവ്, ല എന്നുള്ള സൗണ്ട് ആവർത്തിച്ച് വന്നിരിക്കും.
ഇറ്റ് ഹാസ് ദ റൈം സ്കീം എ ബി എ ബി എക്സെപ്റ്റ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസ. ആദ്യത്തെ സ്റ്റാൻസയിൽ ഒഴികെ പോയത്തിൻ്റെ റൈം സ്കീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എ ബി എന്നുള്ളതാണ്. The poet uses a simple but effective language. The readers can easily grasp the idea presented, but there are deeper layers of meaning on a second reading. വളരെ ലളിതമായിട്ട് പക്ഷേ വായനക്കാരുടെ ഉള്ളിൽ തറയ്ക്കും വിധമാണ് കാതറിൻ ടൈനൻ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം പിടികിട്ടുന്ന, ഗ്രാസ്പിംഗ് മീൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ലളിതമെന്ന് തോന്നുമെങ്കിലും ഒരു സെക്കൻഡ് റീഡിങ്ങിൽ ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ ആ പുറമേക്കുള്ള അർത്ഥം മാത്രമല്ല, അതിന് ആന്തരികാർത്ഥം കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ദ പോയം ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ വോയിസ് ഓഫ് വിമൻ. ഈ കവിത ഒരു സ്ത്രീപക്ഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്ത്രീയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് റിവീൽസ് ദ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് വിമൻ ഹു ആർ ദ ബാക്ക് ബോൺസ് ഓഫ് എ ഹോം. ഒരു വീടിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ ആ വീടിൻ്റെ എല്ലാമായ സ്ത്രീകളുടെ വികാര വിചാരങ്ങൾ, അവരെങ്ങനെയാണ് അവരുടെ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി കാണുന്നത്, എങ്ങനെയാണ് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, കുട്ടികൾ എത്രത്തോളം അവർക്ക് പ്രധാനപ്പെട്ടതാണ്, ഇതൊക്കെയാണ് ഈ കവിതയിൽ കാണിച്ചിരിക്കുന്നത്. ദ പോയറ്റ് കൺക്ലൂഡ്സ് ദ പോയം ബൈ ഗ്ലോറിഫൈയിങ് വിമൻ. ഗ്ലോറിഫൈ മീൻസ് മഹത്വവൽക്കരിക്കുക. അമ്മ അല്ലെങ്കിൽ സ്ത്രീയെ മഹത്വവൽക്കരിക്കൽ എന്നൊരു കാര്യമാണ് ഇവിടെ പോയറ്റ് ചെയ്തിരിക്കുന്നത്. എ മെസ്സേജ് ദാറ്റ് ഷീ വാണ്ട്സ് ടു കൺവേ ഇസ് ദാറ്റ് വിമൻ ഹു പ്രൊട്ടക്റ്റ് ദ ഫാമിലി ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ഓൾ ദ അട്രോസിറ്റീസ് എഗൻസ്റ്റ് ദം. സ്ത്രീയെ കുടുംബത്തിനെ എങ്ങനെ സംരക്ഷിച്ച് അവരെ യാതൊരു ബുദ്ധിമുട്ടുകളും അറിയിക്കാതെ അവർക്ക് പറ്റുന്ന കംഫർട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് എങ്ങനെ ഒരു കുടുംബത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുവോ ആ സ്ത്രീകളെ നമ്മളും സംരക്ഷിക്കണം. അവരും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. അവർക്ക് നേരെ ഉണ്ടാവുന്ന അട്രോസിറ്റീസ്, അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസ്, അതിൽ നിന്ന് അവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുമുണ്ട്, സമൂഹത്തിനുമുണ്ട് എന്ന ഒരു മെസ്സേജാണ് ഈ കവിതയിലൂടെ കവി വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. Now to the next lesson, Horegallu, an anecdote written by Sudhamurthy. Anecdotes or autobiographical writings are descriptions of everyday events that could have happened to anyone. They give a rare glimpse into the inner workings of the writer's life. Anecdotes എന്ന് പറയുന്നത് ആത്മകഥാംശമുള്ള രചനകളാണ്. ഏതൊരു വ്യക്തിയുടെയും ദൈനംദിന ജീവിതത്തിൽ നടന്നേക്കാമായിരുന്ന സംഭവങ്ങളുടെ വിവരണങ്ങളാണ് ഇവയിൽ വരിക. ഇതിലൂടെ ആ എഴുത്തുകാരൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു കാഴ്ചയും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു അംശം കൂടി നമുക്കിതിലൂടെ വെളിവാകപ്പെടുന്നു. റെയർ മീൻസ് വിരളം. ഗ്ലിംസ് മീൻസ് എ ബ്രീഫ് ലുക്ക് ഇൻ ടു ദ റൈറ്റേഴ്സ് ലൈഫ്. അദ്ദേഹത്തെക്കുറിച്ച് ചെറിയൊരു പുതുമയുള്ള ഒരു കാര്യം അറിയുക. The works of Sudhamurthy are part of the very soul of human beings. They reveal the virtues and values of people as they go on with their lives. സുധാമൂർത്തിയുടെ അനക്ഡോട്ട്സിൽ വരാറുള്ളത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെക്കുറിച്ചാണ്. അവർ വളരെ സാധാരണമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലും അവരുടെ ഉള്ളിലെ നന്മകൾ അവരുടെ പ്രവർത്തികളിലൂടെ എങ്ങനെ വെളിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് സുധാമൂർത്തിയുടെ രചനകളിൽ കാണാറുള്ളത്. ഹൊരേഗല്ലു പ്രൂവ്സ് ഇറ്റ് ടു ബി ട്രൂ. ഹൊരേഗല്ലു എന്നവിടെ പറയുന്നത് ഈ അനക്ഡോട്ടിനെ കുറിച്ചാണ്. ഈ പറഞ്ഞത് ശരിയാണ് എന്ന് ഈ അനക്ഡോട്ട് കാണിച്ചു തരുന്നു. ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ഹർ ബുക്ക് ദ ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ്. ഹൊരേഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ബെഞ്ച് which is seen in most of the Indian villages. It gives everyone an opportunity to put down their burdens and regain their strength. യാത്രികർക്ക് അവരുടെ ഭാരമിറക്കി വെച്ച് ഊർജം വീണ്ടെടുത്ത് വീണ്ടും യാത്ര തുടരാൻ അവസരമൊരുക്കുന്ന ഒരു സംവിധാനമാണ് ഹൊരേഗല്ലു എന്നുള്ളത്. അത് ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും കണ്ടിരുന്ന ഒരു കാര്യവുമാണ്. Horegallu talks about the importance of taking rest during journeys, both physical and emotional, to reduce one's burdens.
ഇപ്പോൾ പറഞ്ഞ ഹൊരേഗല്ലു അനക്ഡോട്ടിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് പുട്ട് ഇൻ ഇൻവേർട്ടഡ് കോമാസ്. ഈ അനക്ഡോട്ട് ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ ഫിസിക്കലോ ഇമോഷണലോ ആയ യാത്രകളിൽ ഒന്ന് നിന്ന് വിശ്രമിച്ച് ഊർജം വീണ്ടെടുത്ത് യാത്ര തുടരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം എക്സ്പീരിയൻസസ് ഇൻ സുധാമൂർത്തീസ് ലൈഫ്. സുധാമൂർത്തിയുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ് ഇങ്ങനൊരു അനക്ഡോട്ടിന് പ്രേരണയായിട്ടുള്ളത്. ദാറ്റ് ഈസ് വൈ വി കോൾ അനക്ഡോട്ട്സ് autobiographical writings. She begins with a nostalgic narration of her childhood memories, which are interlinked with those of her grandfather. അനക്ഡോട്ട് തുടങ്ങുന്നത് സുധാമൂർത്തിയുടെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ളൊരു നൊസ്റ്റാൾജിക് നരേഷനോടെ. നരേഷൻ മീൻസ് വിവരണം. നൊസ്റ്റാൾജിക് മീൻസ് ഷീ ഫോൺലി റിമെമ്പേഴ്സ് ദോസ് ഡേയ്സ്. നൊസ്റ്റാൾജിയ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് the feeling that we have for something which we will never get back. നമുക്ക് തിരിച്ച് കിട്ടില്ലാത്ത എന്നാൽ നമുക്ക് ഏറെ പ്രിയമായിരുന്ന എന്തിനോട് നമുക്ക് തോന്നുന്ന ആ ഒരു ഇഷ്ടം, അതിനെയാണ് നമ്മൾ നൊസ്റ്റാൾജിയ എന്ന് പറയാറുള്ളത്. അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഏറ്റവും സന്തോഷകരമായിരുന്ന ദിനങ്ങൾ, പക്ഷെ ഇനി നമുക്കവ തിരിച്ചു കിട്ടുകയുമില്ല. തിരിച്ചു കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിനോട് തോന്നുന്ന ഒരു ലോങ്ങിങ്, കുറേ കൂടെ ഇഷ്ടം തോന്നുക, അതിനാണ് നൊസ്റ്റാൾജിയ എന്ന് നമുക്ക് പറയുന്നത്. ഇവിടെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സുധാമൂർത്തിയുടെ ഉള്ളിൽ ഈ നൊസ്റ്റാൾജിയ എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറുമായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ്, ഇൻ്റർലിങ്ക്ഡ്, കണക്റ്റഡ്, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ലേറ്റർ ഇൻ ലൈഫ് ഷീ മീറ്റ്സ് വിത്ത് രത്ന, whose words echoed the wisdom of her grandfather's words. പിന്നീട് കണ്ടുമുട്ടിയ രത്ന എന്ന സഹപ്രവർത്തകയുടെ വാക്കുകൾ അന്ന് കുട്ടിക്കാലത്ത് ഗ്രാൻഡ് ഫാദർ പറഞ്ഞ വാക്കുകളിലെ വിസ്ഡം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവയുടെ അർത്ഥം എന്നുള്ളതാണ്. ബുദ്ധി എന്നുള്ള അർത്ഥത്തിൽ മാത്രം എടുക്കാതിരിക്കുക, ആ വാക്കുകളുടെ വ്യാപ്തി, അതിലെ ആശയത്തിൻ്റെ ഗാംഭീര്യം വീണ്ടും സുധാമൂർത്തിക്ക് ഓർമ്മ വരാനിടയായത് രത്ന എന്ന സഹപ്രവർത്തകയുടെ വാക്കുകളാണ്. She compares both her grandfather and Regna to Horegallu because both of them help others to ease their worries just by listening to them. അതിന് കാരണം ഗ്രാൻഡ് ഫാദറും രത്നയും ചെയ്തിരുന്നത് മറ്റുള്ളവരുടെ മനസ്സിലെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ സഹായിക്കലാണ്. അതിനവർ കണ്ടെത്തിയ വഴിയോ വളരെ ലളിതമായിട്ടുള്ളത്, മറ്റുള്ളവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേട്ടിരിക്കുക. അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നു, അവരുടെ ഭാരം, മനസ്സിൻ്റെ ഭാരം ഇറക്കി വെക്കാൻ സഹായിക്കുന്നു എന്നുള്ളതിലാണ് സുധാമൂർത്തി ഇവരെ രണ്ടുപേരെയും ഹൊരേഗല്ലുവുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ദോ ബോത്ത് ഓഫ് ദം ആർ നോട്ട് ട്രെയിൻഡ് കൗൺസിലേഴ്സ്, they can help others to forget their problems at least for a while and get refreshed. ഇവർ രണ്ടുപേരും കൗൺസിലിങ് അല്ലെ ട്രെയിനിങ് കിട്ടിയ കൗൺസിലേഴ്സ് ഒന്നും അല്ലാതിരുന്നിട്ട് കൂടി മറ്റുള്ളവരെ അവരുടെ പ്രശ്നങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും ഒന്ന് മറക്കാനും മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാനും അതുവഴി ഒന്ന് റിലാക്സ്ഡ് ആവാനും സഹായിച്ചിരുന്നു. She tells that though nobody recognizes their social service, their act of kindness make them unique. ഇവരുടെ ഈ പ്രവൃത്തിയെ ആരും അംഗീകരിച്ചില്ലായിരുന്നെങ്കിലും ഇവരുടെ ഈ നന്മ, മറ്റുള്ളവരോടുള്ള കരുതൽ, അത് അവരെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു, യുണീക്കായിട്ടുള്ള ഒരു ക്വാളിറ്റി കൊടുക്കുന്നു. ഹൊരേഗല്ലു ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സിംബൽ ഇൻ ദിസ് റൈറ്റപ്പ്. ഫിസിക്കലി it is only a stone bench to take rest, but it is something beyond that. ഈ ഒരു റൈറ്റപ്പിൽ, ഈ ഒരു കുറിപ്പിൽ ഹൊരേഗല്ലു എന്ന ആ വസ്തു ഒരു പ്രതീകമാണ്. സിംബൽ മീൻസ് പ്രതീകമാണ്. ഫിസിക്കലായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വിശ്രമിക്കാനുള്ള ഒരു ബെഞ്ച്, പക്ഷേ അതിനപ്പുറം ചില അർത്ഥങ്ങൾ അതിന് ഉണ്ട്. ബിയോണ്ട് ദാറ്റ് മീൻസ് അതിനും അപ്പുറം. ദ ഹൊരേഗല്ലു ഈസ് ആൻ എസെൻഷ്യൽ ഫാക്ടർ ഇൻ എനി ജേർണി. Even though we are used to carrying our burdens, we should unburden ourselves sometimes and regain our strength. ഏതൊരു യാത്രയിലെയും
ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണൊരു ഹൊരേഗല്ലു. നമ്മുടെ ഭാരങ്ങൾ ചുമന്നു കൊണ്ടുള്ള യാത്ര നമുക്ക് ശീലമായി കഴിഞ്ഞു. എങ്കിലും ഇടയ്ക്കെങ്കിലും ഒന്ന് അൺബേർഡൻ ചെയ്യുക. അൺബേർഡൻ മീൻസ് നമ്മുടെ ഭാരം ഇറക്കി വെച്ച് നമ്മുടെ നഷ്ടമായ ശക്തി തിരിച്ചെടുത്തെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര നമുക്ക് സാധ്യമാകൂ എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു റൈറ്റപ്പാണ് ഹൊരേഗല്ലു. ടുവേർഡ്സ് ദ എൻഡ്, ഹൊരേഗല്ലു അറ്റൈൻസ് എ ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് ഓൾസോ. അറ്റൈൻ മീൻസ് ടു ഗെറ്റ്, നേടിയെടുക്കുക. ഫിലോസഫിക്കൽ ആസ്പെക്റ്റ് മീൻസ് തത്വചിന്താപരമായ ഒരു ഘടകം കൂടി. The grandfather sitting on the bench and Regna listening to her colleagues are giving joy and kindness to others. സ്റ്റോൺ ബെഞ്ചിലിരിക്കുന്ന ഗ്രാൻഡ് ഫാദറും സഹപ്രവർത്തകരോട് ഒപ്പം ഇരിക്കുന്ന രത്നയും ചെയ്തിരുന്നത് തങ്ങളോട് സംസാരിക്കുന്നവർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ദയയോടെ അനുതാപത്തോടെ അവരെ കേൾക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു പ്രവൃത്തി എന്നുള്ളത് തീർച്ചയായിട്ടും നന്മ നിറഞ്ഞൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് ഒരു സാമൂഹിക പ്രവർത്തനമാണ് എന്നൊരു രീതിയിലേക്കാണ് സുധാമൂർത്തി ഈ അനക്ഡോട്ട് കൊണ്ടുചെന്നെത്തിക്കുന്നത്. സുധാമൂർത്തി says that through her writings she has tried to hold a mirror to the lives of ordinary people and to find out the unique Indian spirit in them. തൻ്റെ കൃതികളിലൂടെ താൻ ചെയ്യാൻ ശ്രമിക്കുന്നത് സാധാരണക്കാരുടെ നേർക്ക് ഒരു കണ്ണാടി പിടിക്കുക എന്നാണ്. ഹോൾഡിങ് എ മിറർ എന്നുദ്ദേശിക്കുന്നത് അവരുടെ നേർക്ക് പിടിക്കുന്ന കണ്ണാടിയിൽ അവരുടെ ജീവിതം പ്രതിഫലിക്കുകയാണ്. അതിലൂടെ അവരിലുള്ള ആ യുണീക്ക് ഇന്ത്യൻ സ്പിരിറ്റ്, യുണീക്ക് എന്നുള്ള വാക്ക് നമ്മളതിനു മുമ്പും പലതവണ കേട്ടിട്ടുള്ളതാണ്. ഈ സാധാരണക്കാരിലാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അംശമുള്ളത്, അതിൻ്റെ എസൻസ് ഉള്ളത് എന്നാണ് സുധാമൂർത്തി വിശ്വസിക്കുന്നത്. കളങ്കമേതുമില്ലാത്ത നന്മ നിറഞ്ഞ മനസ്സുള്ളവരാണ് ഈ സാധാരണക്കാർ. അതിലൂടെ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ മറ്റുള്ളവരെ സഹായിക്കുക, അവനവനാൽ കഴിയുന്നത്ര രീതിയിൽ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന നമ്മുടെ വിശ്വാസത്തിനെയാണ് ഈ സാധാരണക്കാരിലേക്ക് പിടിച്ച കണ്ണാടിയിലൂടെ സുധാമൂർത്തിക്ക് വെളിവായി കിട്ടുന്നത്. അതുവഴി വായനക്കാരിലേക്കും കൂടി ആ ഒരു ആശയം എത്തിക്കുക, നമ്മുടെ സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങൾ, നന്മ നിറഞ്ഞ കാര്യങ്ങൾ അത് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതും കൂടിയാണ് തൻ്റെ അനക്ഡോട്ട്സിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് സുധാമൂർത്തി ഇവിടെ പറയുന്നത്. ഈ 3 പാഠങ്ങളുടെയും നോട്ട്സ് ഇതിൻ്റെ ഒരു ജിസ്റ്റ് മാത്രം, അതായത് ചെറിയൊരു സമ്മറി പോലെ മാത്രമാണ് എല്ലാ പാഠത്തിൻ്റെയും നോട്ട്സ് തരിക. കാരണം പോയത്തിൻ്റെ ഒഴിച്ച് ഒന്നിൻ്റെയും നമുക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ എഴുതാൻ വരില്ല. ഇത് കാണാതെ പഠിക്കുക എന്നുള്ളത് അല്ല വേണ്ടത്. പോയം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാം, അത് എന്തായാലും എഴുതാൻ വരുന്നതാണ്. ഏതെങ്കിലും ഒരു പോയം ഉണ്ടാവും. ബാക്കി പാഠങ്ങളുടേത് സമ്മറി കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, അതിലെ കാര്യങ്ങൾ, പോയിൻറ്റ്സ് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരിക. അതിനനുസരിച്ച് ഈ ആശയങ്ങളെ ഫലപ്രദമായിട്ട് എഴുതാൻ സാധിക്കണം. നിങ്ങൾക്ക് നമുക്ക് സ്കൂൾ തുറക്കാൻ ഇനിയും താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് PDF ആയിട്ട് ഞാൻ അയച്ചു തരാം. അത് കിട്ടിക്കഴിയുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് തന്നെത്താനെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഈ സമ്മറിയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ, ആ പോയിൻറ്റ്സ് കൂടി ചേർത്ത് നിങ്ങളുടേതായ രീതിയിൽ വേണം ആൻസർ ചെയ്യാനായിട്ട്. അതല്ലാണ്ട് ഈ ഉത്തരം കാണാതെ പഠിച്ചാൽ ഇങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും. പുസ്തകം വായിക്കുകയും ഈ നോട്ട് വായിക്കുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ആ പാഠത്തെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പാഠങ്ങളുടെ സമ്മറി തരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാച്ച് ബോക്സ് ചെയ്യാം. താങ്ക് യു.